ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നല്ലതാണ്. പക്ഷെ അതിനകത്തുള്ള തിന്മ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ആ വഷളത്വം നിറഞ്ഞ ലോകത്തിലേക്ക് മനുഷ്യനെ തള്ളി നീക്കുകയും ചെയ്യുമ്പോൾ വളർന്നു വരുന്ന യുവതലമുറ അതിലേക്ക് ആകർഷകമായി മാറുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിന്റെ പ്രവൃത്തികൾ അശേഷം നമ്മുടെ തലമുറ തൊടാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ദുഷ്ടന്റെ കരം നമ്മുടെ തലമുറയെ പിടിച്ചമർത്തിയിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഈ ദേശത്തിൽ ഞങ്ങൾ വചനം പ്രസ്താവിക്കുമ്പോൾ ഈ ദേശത്തിൽ ഈ വചനം 30, 60, 100 വരെയായി ഫലം കായ്ക്കണം. കാരണമെന്തെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുവിന്റെ വചനം, നീതിയുടെ വചനം, സമാധാനത്തിന്റെ വചനം, സന്തോഷത്തിന്റെ വചനം, ഒരിക്കലും അസ്തമിച്ചു പോകാത്ത വചനം, നിർമ്മലമായ വചനം. ആ വചനം ശാന്തിയും സമാധാനവും നൽകി നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും നൽകി ഒരുമിച്ച് ഐക്യതയോടുകൂടി നിലനിൽക്കാൻ ഈ ദേശത്തിന്റെ ഓരോ വ്യക്തികളെയും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുവാനുള്ളത്, യേശുക്രിസ്തു ഏക രക്ഷകനാണ്. ആ രക്ഷ ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്നു. ഈ ദേശനിവാസികളോട് പറയുവാനുള്ളത്, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ നമ്മൾ തെറ്റി വീഴാതെ സത്യത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പുറത്തു വരണം. കാരണമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ തിന്മ നമ്മളെയോ നമ്മുടെ തലമുറകളെയോ പിടിച്ചടക്കുവാൻ വേണ്ടി പാടില്ല. തിന്മയെ ജയിക്കുവാൻ നന്മയെന്ന ആയുധം എടുത്തുകൊണ്ട് നമ്മൾ പോരാടിയേ മതിയാവുള്ളൂ. കാരണം ലോകം മാനാന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കേൾക്കുന്നത് പോലെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന പത്രവാർത്തകളാണ് നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു സഹോദരി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. 26 വയസ്സ് പ്രായമുള്ള സഹോദരിയാണ് ചെയ്തത്. കാരണം എന്തെന്ന് അതിന്റെ പിന്നിൽ ചിന്തിച്ചപ്പോൾ അതിന്റെ പിന്നിൽ ഈ ലോകത്തിലെ താൽക്കാലികமான നന്മ അമ്മ കൊടുത്തത് കുറഞ്ഞു പോയെന്നുള്ള ആ തെറ്റായ ചിന്തയിൽ പിശാച് വലിച്ചു കൊണ്ടുപോയി. നിങ്ങളെല്ലാം ഇന്നത്തെ പത്രം ചിന്തിച്ച് വായിച്ചിട്ടുള്ളവർക്കറിയാം, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് നടന്ന സംഭവമാണ്. കാരണം ഈ ലോകത്തിലെ ദുഷ്ടൻ മനുഷ്യനെ, യുവതലമുറയെ പല രീതിയിൽ പിടിച്ചുകൊണ്ടുപോയി അവനെ ഈ ലോകത്തിന്റെ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവസാനം അവൻ ഈ ലോകത്തിൽ ഒന്നെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നു. എനിക്ക് നഷ്ടപ്പെടുന്നത് തന്റെ തലമുറകളാണ് എന്നുള്ള ഒരു കാര്യം ചിന്തിക്കാതെ ഈ വഷളത്തിൽ നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ യുവതലമുറ നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഈ ലോകം ഭരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ല. ഈ ലോകം ഭരിക്കുന്നത് ദുഷ്ടന്റെ അധീനതയിലാണ്. ദുഷ്ടന്റെ കരത്തിൽ നിന്ന് നമ്മുടെ ജനം വിടുവിക്കപ്പെടണം.